കോഴിക്കോട് കുറ്റിച്ചിറ കുളത്തിലാണ് 17 വയസ്സുള്ള യഹിയ എന്ന കപ്പക്കൽ സ്വദേശി നീന്താനായിട്ട് ഇറങ്ങിയത്. ഇന്ന് രാവിലെയാണ് യഹിയ നീന്തലിനായിട്ട് ഇതിലേക്ക് ഇറങ്ങിയത്. ഈ കുളത്തിൽ നമ്മൾ കാണുന്നത് പോലെ തന്നെ ഈ ഭാഗത്തേക്ക് വലിയ ദൂരം, രണ്ട് ഭാഗവും തമ്മിൽ വലിയ ദൂരമുണ്ട്. വലിയ കുളമാണ്. അപ്പോൾ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് യഹിയ നീന്തുകയായിരുന്നു. അങ്ങനെ നീന്തുന്നതിനിടയിൽ ക്ഷീണം സംഭവിക്കുകയും വെള്ളത്തിലേക്ക് താഴ്ന്നു പോയി എന്നാണ് പ്രാഥമികമായി ഇവിടെയുള്ളവരെല്ലാം പറയുന്നത്. എന്തായാലും യഹിയ പുറത്തെടുത്തപ്പോഴേക്കും, വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്തപ്പോഴേക്കും യഹിയ മരണപ്പെടുകയും ചെയ്തു. താഴെ ചളിയുണ്ടായിരുന്നു, ആ ചെളിയിൽ പൂണ്ടുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇന്ന് രാവിലെ 9 മണിക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഫർഹാൻ എന്ന ഇവിടെയുള്ള ഒരു ഹോട്ടൽ ഉടമയാണ് അദ്ദേഹത്തെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിയത്. ഏകദേശം ഒരു 9 മണിയോടാണ്, ഞാൻ 9:20 ഇവിടുന്ന് അറിഞ്ഞത്. ഏകദേശം ഒരു 10 മിനിറ്റ് തെരച്ചിലിന് ശേഷമാണ് കിട്ടിയത്. മിനിറ്റോളം ആൾ വെള്ളത്തിൽ തന്നെ ആയിരുന്നു. ബീച്ച് ഹോസ്പിറ്റലിലേക്ക് ഉടനടി ഇവിടെ ഇത് ചെയ്തിട്ട് ഉടനടി കൊണ്ടുപോയി CPR ചെയ്തതിനു ശേഷം ഉടനടി ബീച്ചിലേക്ക് എത്തിക്കുകയായിരുന്നു. നല്ല ചെളിയാണ്? ഇല്ലല്ല, ചെളിയൊന്നുമില്ല, പക്ഷെ നല്ല വെള്ളമാണ്. പക്ഷേ ഇവിടെ സുരക്ഷാ മാനദണ്ഡങ്ങളില്ല. ഇവിടെ ഇത്രയും ഞായറാഴ്ചകളിൽ ഇവിടെ ഒരു 300-400ഓളം കുട്ടികൾ വന്ന് കുളിച്ചാലും ഇവിടെ ആര് എന്ത് എന്നും അറിയില്ല. ഒരാൾ പോലും മിസ്സായാലും ഇവിടെ സുരക്ഷാ മാനദണ്ഡങ്ങളില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വീഴ്ച. നീന്തൽ പഠിപ്പിക്കുന്ന ഒരു വിഭാഗമില്ല. നീന്തൽ പഠിക്കുന്നവർ അവർ ബോയ ജാക്കറ്റ് കാര്യങ്ങൾ വെച്ച് അവരെ പരമാവധി കുട്ടികളെ അവരെ എടുക്കുള്ളൂ. ഒരു 2 മാഷന്മാർ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. അവർക്ക് നോക്കാൻ പറ്റുന്ന കുട്ടികളെ നോക്കാറുള്ളൂ. ഇത് പുറത്തുനിന്ന് വന്ന് നീന്തി മസിൽ പിടിച്ചതാണെന്നാണ് സാധ്യത. ഇപ്പോൾ ബാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾക്കും മറ്റുമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് യഹിയയുടെ മൃതദേഹം മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം പറയുന്നൊരു കാര്യം, കുറ്റിച്ചിറ കുളത്തിൽ നീന്താനായിട്ടൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. പക്ഷെ ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാറില്ല, ആളുകളൊന്നും പറയാറില്ല. ഇത്രയും വലിയ കുളത്തിൽ, ആഴമുള്ള കുളത്തിൽ ഇങ്ങനെ സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെ ആളുകൾ കുളിക്കാൻ ഇറങ്ങുന്നു, നീന്താൻ ഇറങ്ങുന്നു എന്നത് ഒരു ആശങ്കയുണ്ടാക്കുന്നുണ്ട് എന്നാണ് ഇവിടെയുള്ള നാട്ടുകാരും പറയുന്നത്. മനോജിനൊപ്പം ഇംതിയാസ് കരീം, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.